കോഴിക്കോട് കൊടുവള്ളി മാന്യപുരം ചെറുപുഴയിൽ കാണാതായ 10 വയസ്സുകാരിക്കായി തിരച്ചിൽ പുനരാരംഭിച്ചു. ഇന്നലെ വൈകിട്ടാണ് തൻഹയും സഹോദരനും ഒഴുക്കിൽപ്പെട്ടത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, എങ്ങനെയാണ് തിരച്ചിൽ? അനുജ, രാവിലെ 6 മണിയോടുകൂടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. പിന്നീട് 8:30 കൂടിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയത്. അവരുടെ നേതൃത്വത്തിൽ സ്കൂബ ടീം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഡിൻഡി ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിലേക്ക്, ഇതിന്റെ താഴ്ഭാഗത്ത് 1 കിലോമീറ്റർ അകലെ വരെ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും താഴ്ഭാഗത്തായി കൊണ്ടൊരു ബണ്ടുണ്ട്. ആ ബണ്ടിന്റെ ഭാഗം മുതൽ ഇങ്ങോട്ട് മുകളിലേക്കാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ അപകടം ഉണ്ടായ ഇടം ഇന്നലെ വൈകിട്ട് 4:30 കൂടെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പാറക്കൂട്ടത്തിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് അപകടമുണ്ടായത്. വീട്ടമ്മയും അതുപോലെ തന്നെ അവരുടെ 2 മക്കളും ഇവിടേക്ക് കുളിക്കാൻ എത്തിയതായിരുന്നു. മലപ്പുറം പൊന്നാനി സ്വദേശികളാണ് ഇവർ. ഇവിടെ ഒരു വിവാഹത്തിനെത്തിയതാണ്. അതിനുശേഷമാണ് ഈ മാതാവും 2 കുട്ടികളും ഇവിടേക്ക് കുളിക്കാൻ എത്തിയത്. 12 വയസ്സുള്ള മകനും ഒപ്പം തന്നെ 10 വയസ്സുകാരായിട്ടുള്ള തൻഹയുമാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. 12 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടെങ്കിലും നാട്ടുകാർ വളരെ വേഗത്തിൽ തന്നെ ഇടപെടുകയും തിരച്ചിലിനൊടുവിൽ കുട്ടിയെ വളരെ വേഗത്തിൽ എടുക്കാൻ കഴിയുകയും ചെയ്തു. എന്നാൽ 10 വയസ്സുള്ള തൻഹയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ രാത്രി 8:30 മണി വരെയും തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് വെളിച്ചക്കുറവിനെ തുടർന്നാണ് തിരച്ചിൽ നിർത്തിവെച്ചത്. അതാണ് രാവിലെ 6 മണിയോടുകൂടെ നാട്ടുകാരുടെയും പിന്നീട് 8:30 വിവിധ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അപകടമുണ്ടായതിന്റെ താഴ്ഭാഗത്തായിക്കൊണ്ട് എവിടെയെങ്കിലും ഈ കുട്ടിയെ ഇവിടെ ഇങ്ങനെ ഈ പുല്ലുകളുണ്ട്, അതുപോലെ തന്നെ മരങ്ങളുണ്ട്, അങ്ങനെ ഈ കാടിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും കുട്ടിയുടെ സാന്നിധ്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ കയറി കെട്ടിക്കൊണ്ട് തിരിച്ചുകൊണ്ട് ഉൾഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗവും അതുപോലെ തന്നെ പുഴയുടെ നടുഭാഗത്തായിക്കൊണ്ട് മറ്റൊരു വിഭാഗമായിക്കൊണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്. ഫയർഫോഴ്സിന് തന്നെ സ്കൂബ ടീം കൂടിയുണ്ട്. അവരുടെ മുങ്ങൽ വിദഗ്ധരാണ്. അതുകൊണ്ട് തന്നെ ആഴങ്ങളിൽ ഉൾപ്പെടെ അവർക്ക് പരിശോധിക്കാൻ കഴിയും. നാട്ടുകാരുടെ കൂടെ സഹായത്തോടുകൂടിയുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. തൻഹയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടേക്ക് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ സമീപത്തു നിന്നുള്ള ആളുകളൊക്കെ നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. അനുജ, കോഴിക്കോട് കൊടുവള്ളി മാന്യപുരം ചെറുപുഴയിലാണ് 10 വയസ്സുകാരിയെ ഇന്നലെ കാണാതായത്. ആ കുട്ടിക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ടെന്നതാണ് സമീർ സി മുഹമ്മദ് അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.